ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയല്ല ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്ത ഒരു വീഡിയോ ഇട്ടായിരുന്നു, മിനി സീവിങ് മെഷീൻ നമ്മുടെ ചില്ലെക്സ് പ്ലസിൻ്റെ. അപ്പം അതിൻ്റെ വർക്കിംഗ് അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ മെഷീൻ രണ്ട് സൈഡിലായിട്ട് രണ്ട് പ്ലഗ് പോലത്തെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫുഡ് പെഡലിൻ്റെയും ഒന്ന് നമ്മൾ ചാർജിങ് കേബിൾ കുത്താനായിട്ടുള്ളതും. അപ്പോൾ ഫുഡ് പെഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മോട്ടർ നമ്മൾ കാല് കൊണ്ട് ചവിട്ടി തയ്ക്കുന്നത്. ഇതിൽ പ്രസ് ചെയ്താൽ നമുക്ക് തയ്ക്കാൻ പറ്റും. അത് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇത് കുത്താനുള്ളത്, മെഷീൻ വർക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇത് ഇതിലിങ്ങനെ നമ്മൾ താഴെ വെച്ചിട്ട് കാല് ചവിട്ടിയാൽ മതി, ഇതിങ്ങനെ വർക്കായിക്കോളും മെഷീന്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ 3 ബട്ടൺ ഇവിടെ കാണും. ഇതിൻ്റെ സെൻറ്ററിലുള്ള വലിയ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ്, അതിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇത് വർക്ക് ചെയ്യും. ആദ്യത്തെ ബട്ടൺ എന്ന് പറയുന്നത് ലൈറ്റാണ്, നമുക്ക് ലൈറ്റ് കൊടുക്കുന്നതിനാണ്. പിന്നീടുള്ളത് ഏറ്റവും താഴത്തെ ബട്ടനാണ്. താഴത്തെ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് തയ്ച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ആ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ മതി. അപ്പോൾ പതിയെ മെഷീൻ വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്ക് വർക്കുള്ളതിൻ്റെ പുറത്തൂടെയൊക്കെ സ്പീഡിൽ തയ്ച്ചു കഴിഞ്ഞാൽ സൂചി ഒടിഞ്ഞു പോവുകയോ നൂല് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയുള്ള മെറ്റീരിയൽസ്, അധികം കട്ടിയുള്ള മെറ്റീരിയൽസ് ഒന്നും പറ്റത്തില്ല. ഒരുവിധം ഇതിൻ്റെ ഈ മെഷീൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ബ്രോഷർ കിട്ടുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് പറ്റാത്തതെന്നുള്ളത്. മിനി സീവിങ് മെഷീനിലെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഇതിന് കാണും. അപ്പം അതങ്ങനെ. ഇനി ഇവിടെയാണ് നമ്മൾ അടിനൂലിടുന്നത്. അടിനൂല് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മെഷീന് കേസ് വേണ്ട, ബോബിൻ മാത്രം മതി. കേസിൻ്റെ ആവശ്യം ഈ മെഷീനില്ല. അപ്പം നമുക്ക് അടിനൂലിട്ട് കൊടുക്കാം. അടിനൂല് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെയാണ് നമുക്ക് ഈ ബോബിൻ ഇട്ടിട്ടും നമുക്ക് തയ്ക്കാൻ പറ്റും, അല്ലാതെ നമ്മുടെ നൂലിട്ട് വേണമെങ്കിലും തയ്ക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ബോബിൻ ഇട്ടിട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഈ സൈഡിൽ ഇട്ടിട്ട് അത് ഊരിയിട്ട് വേണം ഇടാൻ. അതിനകത്തൊരു സ്പ്രിങ് കൂടെ വരും, അതും രണ്ടും വേണം. ആദ്യം ഈ വളയത്തിൽ കൂടെ കയറ്റി, പിന്നെ ഇതാണ് നമ്മുടെ ടെൻഷൻ അതിൽ കൂടെ കയറ്റി, പിന്നെ അടുത്ത വളയത്തിൽ കൂടി നൂല് കോർത്ത്, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എല്ലാ മെഷീനിലും ഉള്ളതാണല്ലോ, തയ്ക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിയും താന്നും വരുന്നൊരു സംഭവം. അപ്പം അതിനകത്തൂടെ നൂല് കോർത്ത് ഇതിൽ കൂടെ നൂല് കോർത്തിട്ട് പിന്നെ താഴോട്ട് വരണം. താഴോട്ട് വരുമ്പോൾ വീണ്ടും ഒരു വളയമുണ്ട്, അതിൽ കൂടി നൂല് കോർക്കണം. ആ വളയത്തിൽ കൂടി നൂല് കോർത്ത് നമുക്ക് താഴോട്ട് വരാം. അതിലേക്കൂടെ നൂല് കഴിഞ്ഞ് സ്ലിപ്പായി പോകുന്നു. അപ്പം നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് വരുമ്പോൾ നമ്മുടെ സൂചിയുടെ തൊട്ട് മുകളിലായിട്ടൊരു ഹോളുണ്ട്, അതിൽ കൂടിയും നമുക്ക് നൂല് കോർത്തെടുക്കണം. അതിലേക്കൂടെയും നമുക്ക് നൂല് കോർത്തെടുക്കാം. നമുക്ക് കിട്ടുന്ന ബ്രോഷറിനകത്ത് വളരെ വ്യക്തമായിട്ടിത് ഡയഗ്രം ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അപ്പം വാങ്ങിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ ഇത് കുത്തി തന്നെ പ്രവർത്തിപ്പിക്കണമെന്നൊന്നുമില്ല. നമുക്കിനി ഇത് സൂചി കോർക്കാം. കാരണം എന്ന് പറഞ്ഞാൽ
ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി ഇട്ടും പ്രവർത്തിപ്പിക്കാൻ പറ്റും. അത് നമുക്ക് ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ബാറ്ററി എവിടെയാണ് ഇടുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അതിനാണ് ഇതിന് ഓട്ടോമാറ്റിക് സ്വിച്ചും കൊടുത്തിരിക്കുന്നത് അവർ. അപ്പം നമുക്ക് കറണ്ട് വേണമെന്നില്ല ഇത് പ്രവർത്തിക്കാൻ. അപ്പം നമുക്ക് അടിനൂല് സൂചി കോർത്തിട്ടുണ്ട്. ഇനി അടിനൂലൊന്ന് വലിച്ചെടുക്കാം. അപ്പം അടിനൂല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുണി ജസ്റ്റ് ഒന്ന് തയ്ച്ച് കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ തയ്യൽ വരിക എന്നുള്ളത്. ഇപ്പോൾ വെച്ചു. നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് തയ്ക്കുന്നത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാ മെഷീൻ തയ്ക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. അടിനൂലും അതുപോലെ തന്നെ ഫ്രണ്ടും നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമുക്ക് നൂല് കോർത്തിട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഊരിയെടുത്തപ്പോൾ സ്പ്രിങ് താഴോട്ട് പോയി. അത് സാരമില്ല, നമുക്ക് പിന്നീട് എടുക്കാം. ഇപ്പം ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് നൂലിട്ടിട്ട് അതെങ്ങനെയാണ് കോർക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ നൂലിടേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് മേപ്പോട്ട് പൊക്കിയാൽ മതി. എന്നിട്ട് അവിടോട്ട് നൂലിടുക. നൂലിട്ടിട്ട് നമ്മൾ ബോബിനിട്ട് എവിടേക്കൂടെയൊക്കെയാണോ നൂല് നമ്മൾ കോർത്തെടുത്തത് ആ ഭാഗങ്ങളിലൂടെയൊക്കെ തന്നെ നൂല് കോർത്തെടുക്കുക. വളരെ സിമ്പിളാണ്. ആദ്യം ഫസ്റ്റ് ഹോള്, പിന്നെ ടെൻഷൻ, പിന്നീടുള്ളതിലെല്ലാം അങ്ങനെ അതുപോലെ തന്നെ കോർത്തെടുക്കുക. അത് നമുക്ക് തയ്ച്ച് നോക്കാവുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യൽ വീണ് വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യൽ വീഴുന്നുണ്ട്. കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ല. അടിഭാഗവും നൂല് കുരുക്ക് വീഴുന്നൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടാണ് തയ്യൽ വീഴുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷീൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി എവിടെ ഇടുന്നതെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ ഉണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. 4 ബാറ്ററിയാണ് ഇതിനകത്ത് വേണ്ടത്. കുറച്ച് നീളമുള്ള ബാറ്ററിയാണ് വേണ്ടത്. അപ്പോൾ അതുമായി ഇനി നമുക്ക് നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ തിരിക്കുന്ന ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അത് ഉള്ളിലോട്ട് കയറിയായിരിക്കും ഇരിക്കുന്നത്. നമുക്കൊന്ന് അവിടെ ഒരു ആരോ മാർക്ക് അവർ കാണിക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് വലിഞ്ഞു വരുമെന്ന്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ബോബിനിട്ടിട്ട് അതിനകത്തോട്ട് ചുറ്റി നമ്മൾ മെഷീൻ ഓണാക്കിയാൽ മതി. അപ്പം നമ്മുടെ നൂല് ചുറ്റി വന്നോളും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലെക്സ് പ്ലസിൻ്റെ സീവിങ് മെഷീൻ്റെ പ്രവർത്തനം എന്ന് പറയുന്ന അടിപൊളിയാണ്. നല്ല മെഷീനാണ്. ഈസി ടു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും എല്ലാം എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കുക. പറ്റുന്നവരൊക്കെ ഇതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.